സമ്മർദ്ദതന്ത്രങ്ങൾ പാളിയെന്ന് വിലയിരുത്തൽ. നടപടി വേണമെന്നുള്ള ഉദ്യോഗസ്ഥരുടെ നിലപാട് പൊല്ലാപ്പായി. ഒടുവിൽ ചിന്നക്കനാൽ സംഘർഷത്തിൽ പോലീസ് കേസെടുത്തു. പാവപ്പെട്ടവൻ കാശ് കൊടുത്ത് നിങ്ങൾക്ക് പേപ്പർ ഉണ്ടോ? ഞാൻ പെർമിഷൻ തരാം. നമ്മുടെ സർക്കാർ കൊടുത്തതല്ലേ? സംസാരിക്കാം. ഇത് ലൈഫ് പദ്ധതി പ്രകാരം എത്ര മീറ്റർ സാറെന്നാ വിളിക്കുന്നത്. എല്ലാരും കൊണ്ടാക്കി ഇങ്ങോട്ട് വരല്ലേ? മര്യാദയ്ക്ക് ഒരാളിനടുത്ത് സംസാരിക്കും. അല്ലാതെ കണ്ടി കാണുന്നോട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. മര്യാദയ്ക്ക് സംസാരിക്കും. മര്യാദയ്ക്ക് സംസാരിക്കും. ലൈഫിന്റെ പദ്ധതി പ്രകാരം സർക്കാർ സ്ഥലത്താണ് വീട് വെക്കുന്നത്. അതിന് പറഞ്ഞിരിക്കുന്ന എക്സ്റ്റെന്റിനെ കാത്ത് കൂടുതലാണ് നിങ്ങൾ പില്ലർ സ്ഥാപിച്ചിരിക്കുന്നത്. രണ്ട് കാര്യം സർക്കാർ വസ്തുവാണ്. ഇതിനകത്ത് ഒരു നിർമ്മാണ പ്രവർത്തനവും ഒന്ന് റവന്യൂവിന് NOC ഇല്ലാതെ പണിയുന്നത്. ചിന്നക്കനാൽ വില്ലേജിൽ പെർമിഷൻ ബിൽഡിംഗ് പണി ഏത് ബിൽഡിംഗ് ആയാലും ഹൈക്കോടതി ഉത്തരപ്രകാരം NOC വാങ്ങിക്കണം. റവന്യൂവിന്റെ NOC ഇല്ലാതാണ് പണി വെക്കുന്നത്. കേരള രൂപീകരണമൊക്കെ അവിടെ നിൽക്കട്ടെ. കേരള രൂപീകരണമല്ല 2010 ഞാൻ പറഞ്ഞിട്ട് കേട്ടിട്ട് മറുപടി. 2010 ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഇവിടെ ലൈഫിൻ്റെ ആയാലും ഏത് ബിൽഡിംഗ് ആയാലും എനി അതർ കൺസ്ട്രക്ഷൻ ഏത് കൺസ്ട്രക്ഷൻ ആയാലും റവന്യൂവിന് NOC ഇല്ല പണിയാൻ പറ്റില്ല. ഉടുമ്പൻചോല LR തഹസീൽദാർ സിദ്ദിഖുട്ടിയുടെ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത്. ചിന്നക്കനാൽ ഷൺമുഖവിലാസം ഭാഗത്ത് സർക്കാർ ഭൂമി ഏറ്റെടുക്കാനെത്തിയ ഉദ്യോഗസ്ഥ സംഘത്തെ തടഞ്ഞ സംഭവത്തിൽ 3 സ്ത്രീകൾ ഉൾപ്പെടെ 13 പേർക്കെതിരെയാണ് ശാന്തൻപാറ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഈ മാസം 12-നാണ് കേസിനാസ്പദമായ സംഭവവും ഉണ്ടായത്. അന്നേ ദിവസം തന്നെ ഉടുമ്പൻചോല LR തഹസീൽദാർ ശാന്തൻപാറ പോലീസിൽ വിവരം അറിയിച്ചിരുന്നു. 19 രാത്രി 9:43 കേസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ചിന്നക്കനാൽ വലിയ തുറ ആൽബിനാണ് കേസിലെ 1-ാം പ്രതി. ചിന്നക്കനാൽ സ്വദേശികളായ മനോജ്, മുത്തുപ്പാണ്ടി, മോഹനൻ, യേശുദാസ്, ശരവണൻ, രാംകുമാർ, രൂപൻ, സജി, ഇന്ദിര, ബാബു, നിഷ ബാബു, അനിമോൾ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. സംഭവത്തിൽ പോലീസ് നടപടി വൈകുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ആണെന്നുള്ള ആരോപണം പരക്കെ ഉയർന്നിരുന്നു. പലതരത്തിലുള്ള സമ്മർദ്ദതന്ത്രവും ഭീഷണിയും നേരിട്ടെങ്കിലും പരാതിക്കാരൻ പിൻവാങ്ങാൻ തയ്യാറായില്ലെന്നും ഇതേ തുടർന്നാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളതെന്നും മറ്റുമുള്ള വിവരങ്ങളും പ്രചരിക്കുന്നുണ്ട്. ചിന്നക്കനാൽ വില്ലേജിലെ ഷൺമുഖവിലാസം ഭാഗത്ത് 34/1 സർവേ നമ്പറിൽ ഉൾപ്പെട്ട ഭൂമി ഒഴിപ്പിച്ചെടുക്കാൻ എത്തിയപ്പോഴാണ് നാട്ടുകാർ ഉദ്യോഗസ്ഥ സംഘത്തെ തടഞ്ഞത്. പരാതിക്കാരനായ സിദ്ദിഖുട്ടി, ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർ സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ ഉദ്യോഗസ്ഥ സംഘത്തെ നാട്ടുകാർ ഒറ്റക്കെട്ടായി തടയുകയായിരുന്നു. പ്രദേശവാസിയായി ലിംഗരാജിൻ്റെ കൈവശത്തുള്ള ഭൂമി ഒഴിപ്പിച്ചെടുക്കുന്നതിനുള്ള ഉദ്യോഗസ്ഥ സംഘത്തിൻ്റെ നീക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. എന്തു വന്നാലും ഭൂമി ഒഴിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള നിലപാടിലായിരുന്നു ജനക്കൂട്ടം. പ്രദേശത്ത് തമ്പാടിച്ചിരുന്നവർ ഒച്ചപ്പാടും അസഭ്യവർഷവുമായിട്ടാണ് ഉദ്യോഗസ്ഥ സംഘത്തെ നേരിട്ടത്. രോഷാകുലരായ നാട്ടുകാർ കയ്യേറ്റം ചെയ്യുമെന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് ഉദ്യോഗസ്ഥ സംഘം പിൻവാങ്ങിയത്. 2 സെന്റിലും 3 സെന്റിലും മറ്റും വീട് വെച്ച് താമസിക്കുന്നവരെ നിയമത്തിൻ്റെ നൂലാമാലകൾ ചൂണ്ടിക്കാട്ടി അധികൃതർ ഒഴിപ്പിക്കുകയാണെന്നും വൻകിട കയ്യേറ്റക്കാർക്കെതിരെ ഉദ്യോഗസ്ഥർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നുമാണ് നാട്ടുകാരുടെ ആക്ഷേപം. സർക്കാർ ഭൂമിയിൽ അനധികൃത നിർമ്മാണം നടത്തി ഹൈക്കോടതി വിധി ലംഘിച്ചു,
ലൈഫ് ഭവന പദ്ധതിയിൽ വീട് സ്ഥാപിക്കുന്നതിന് നിർദ്ദേശിച്ചിട്ടുള്ളതിൽ കൂടുതൽ സ്ഥലം വിനിയോഗിച്ചു എന്നീ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലിംഗരാജിനെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചതെന്ന് എലാർ തഹസിൽദാർ സിദ്ദിഖുട്ടി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ.